Hi friends, welcome back. Today's video is on communication. Communication, the word communication originates from the Latin word communico or communicare. Latin word ആയിട്ടുള്ള communico അല്ലെങ്കിൽ communicare എന്ന രണ്ട് വേർഡുകളിൽ നിന്നുമാണ് communication എന്ന് പറയുന്ന വേർഡ് ഉണ്ടായിട്ടുള്ളത്. It means to share. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് കമ്മ്യൂണിക്കേഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം. ഡെഫിനിഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ ട്രാൻസ്ഫർ ഓഫ് ഐഡിയാസ്, ഫീലിംഗ്സ്, പ്ലാൻസ്, മെസ്സേജസ് ഓർ ഇൻഫോർമേഷൻ ഫ്രം വൺ പേഴ്സൺ ടു അനദർ ആണ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുക, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ആശയവിനിമയം നടത്തുന്നതാണ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ അവിടെ ഐഡിയാസ്, ഫീലിംഗ്സ്, പ്ലാൻസ്, മെസ്സേജസ് അല്ലെങ്കിൽ ഇൻഫോർമേഷൻ, ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫോർമേഷൻ ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇൻ കമ്മ്യൂണിക്കേഷൻ ഇൻഫോർമേഷൻ ഇസ് എൻകോഡഡ്, ചാനൽഡ് ആൻഡ് സെൻഡ് ബൈ എ സെൻഡർ ടു എ റിസീവർ ത്രൂ എ മീഡിയം. നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് കമ്മ്യൂണിക്കേഷനിൽ ഇൻഫോർമേഷൻ നമ്മൾ എൻകോഡ് ചെയ്യുക, അതായത് മറ്റൊരാൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ മറ്റൊരാൾക്ക് മനസ്സിലാവുന്ന രീതിയിലേക്ക് അതിനെ എൻകോഡ് ചെയ്ത് വെക്കുക, ഓർഡർ ചെയ്ത് വെക്കുകയാണ് ചെയ്യേണ്ടത് ഇൻഫോർമേഷന്. അതേപോലെ തന്നെ അത് ഏത് മാധ്യമത്തിൽ ഏത് രീതിയിലാണ് നമ്മൾ മറ്റൊരാളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നത്, അതാണ് ചാനൽഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏത് സോഴ്സിലൂടെയാണ്, ഇപ്പോൾ ക്ലാസ് റൂമിലായിരിക്കാം ചിലപ്പോൾ, അല്ലെങ്കിൽ ചിലപ്പോൾ ഫോണിലൂടെ ആയിരിക്കാം, ഏത് രീതിയിലാണ് മറ്റൊരാളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നത്, ലെറ്ററിലൂടെ ആയിരിക്കാം, എന്തിലൂടെയാണ് മറ്റൊരാളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. ആൻഡ് സെൻഡ് ബൈ എ സെൻഡർ ടു എ റിസീവർ, അതായത് സംസാരിക്കുന്നയാൾ സെൻഡറും കേൾവിക്കാരൻ റിസീവറുമാണ്. ഒരാൾ ആരോടാണോ സംസാരിക്കുന്നത്, ഇപ്പോൾ എ ബിനോട് സംസാരിക്കുകയാണെങ്കിൽ എ സെൻഡറും ബി ആണ് കേൾക്കുന്നയാൾ, അയാൾ റിസീവറുമാണ്. അപ്പോൾ അതിനുശേഷം തിരിച്ച് മറുപടി അയാൾ പറയുകയാണെങ്കിൽ അപ്പോൾ ബി സെൻഡറും എ റിസീവറുമായിട്ട് മാറും. അപ്പോൾ ത്രൂ എ മീഡിയം, ഏതെങ്കിലും ഒരു മീഡിയത്തിലൂടെയാണ് നമ്മളിത് മറ്റൊരാളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ വരുന്നത്. ഇനി ഓൾ ഫോംസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ റിക്വയർസ്, ഏത് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും, അപ്പോൾ വെർബൽ ആണെങ്കിലും നോൺ വെർബൽ ആണെങ്കിലും എന്ത് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും അതിനൊക്കെ ആവശ്യമായിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ. എ സെൻഡർ, പറയുന്ന ഒരാൾ ആവശ്യമാണ്. എ ചാനൽ, ഏത് രീതിയിലാണ് പറയുന്നത് എന്നത് ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ മെസ്സേജ്, എന്തെങ്കിലും ഒരു മെസ്സേജ് ഉണ്ടായിരിക്കണം, അത് ഫോർമൽ ആവാം ഇൻഫോർമൽ ആവാം, എന്തായാലും അതിനൊരു മെസ്സേജ് ഉണ്ടായിരിക്കണം. ദെൻ എ റിസീവർ, വേറൊരാൾ കേൾവിക്കാരൻ അവിടെ ഉണ്ടാവേണ്ട ആവശ്യമാണ്. ആൻഡ് ഓൾസോ ഫീഡ്ബാക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേൾവിക്കാരൻ കേട്ട് കഴിഞ്ഞതിന് ശേഷം തിരിച്ചു നൽകുന്ന മറുപടിയാണ് ഫീഡ്ബാക്ക് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഒരു കമ്മ്യൂണിക്കേഷനിൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ. ഇനി കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ മെയിനായിട്ട് കാണുന്ന ഹിൻഡ്രൻസ്, അതിന് തടസ്സമായി നിൽക്കുന്നത് ദ കമ്മ്യൂണിക്കേഷൻ പ്രോസസ് ഈസ് കോൾഡ് നോയ്സ്. അപ്പോൾ ഏത് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ അതിൻ്റെ ഇടയിൽ തടസ്സമായി നിൽക്കുന്ന ആ ഒരു ഇതിനെയാണ് നോയ്സ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. നെറ്റ് എക്സാമിനൊക്കെ ഇത് ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ഹിൻഡ്രൻസ് അല്ലെങ്കിൽ നോയ്സ് എന്തൊക്കെയാവാം, അതെങ്ങനെയാണ് വരുന്നത് എന്നാണ് ഇവിടെ നോക്കുന്നത്. അൺപ്ലാൻഡ് ഇൻ്റർഫറൻസ് ഇൻ ദ കമ്മ്യൂണിക്കേഷൻ എൻവയോൺമെൻറ്റ്, വൺ ദാറ്റ് കോസസ് ഹിൻഡ്രൻസ് ടു ദ ട്രാൻസ്മിഷൻ ഓഫ് ദ മെസ്സേജ്. അതായത് നമ്മൾ ഒരു വ്യക്തിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ വിചാരിക്കാതെ അവിചാരിതമായി കടന്നു വരുന്ന ഏതൊരു ടൈപ്പ് ഓഫ് സൗണ്ട്സിനെയും നമുക്ക് ആ മെസ്സേജിനെ ട്രാൻസ്മിഷന് തടസ്സമായി നിൽക്കുന്ന ഏത് ടൈപ്പ് ഓഫ് സൗണ്ട്സ്, ഏത് ടൈപ്പ് ഓഫ് ഹിൻഡ്രൻസും ആവാം. അവിടെ നമുക്ക് നോയ്സും ആവാം ഇവിടെ ഹിൻഡ്രൻസ് ആയിട്ട് വരുന്നത്. അൺപ്ലാൻഡ് ആണ്, അവിചാരിതമായിട്ടാണ് വരുന്നത്. അതേപോലെ ആ കമ്മ്യൂണിക്കേഷൻ, ആ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തി മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന മെസ്സേജിന് ഇടയ്ക്ക് തടസ്സം സൃഷ്ടിക്കുന്ന എന്തും അവിടെ ഹിൻഡ്രൻസ് അല്ലെങ്കിൽ നോയ്സ് ആയിട്ട് പറയുന്നുണ്ട്. ഡിസ്റ്റർബൻസ് ഇൻ ദ ചാനൽ, മീഡിയം ഓർ സംടൈംസ് കൈൻഡ് ഓഫ് എറർ ഇൻ ദ മെസ്സേജ് സെൻഡ്, അതായത് നമ്മളിപ്പോൾ ഫോണിലൂടെയാണ് സംസാരിക്കുന്നതെങ്കിൽ ഫോണിൻ്റെ ഇടയിൽ വരുന്ന ഡിസ്റ്റർബൻസ്, റേഞ്ച് ഇല്ലാതെ പോകുമ്പോൾ അവിടെ വരുന്നത് കട്ടായി പോകുന്നത്, അതേപോലെയുള്ള നമ്മുടെ ക്ലാസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ ഒരു കുട്ടി സംസാരിക്കുന്നതാവാം. അതേപോലെ മെസ്സേജ് സെൻഡ് ചെയ്തത് കേൾവിക്കാരന് നല്ല രീതിയിൽ മനസ്സിലാകുന്ന രീതിയിലുള്ള ഒരു മെസ്സേജ് അല്ലാത്തതാവാം, അല്ലെങ്കിൽ തെറ്റായിട്ടുള്ളൊരു മെസ്സേജ് സെൻഡ് ചെയ്തതാവാം. ഇങ്ങനെ പല രീതിയിലുള്ള ഹിൻഡ്രൻസ്, നോയ്സ് മെസ്സേജിൻ്റെ ഇടയിൽ വരാറുണ്ട്, തടസ്സം സൃഷ്ടിക്കാറുണ്ട്. ഇനി രണ്ട് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷനുണ്ട്. ഒന്ന് ജനറൽ കമ്മ്യൂണിക്കേഷനും അടുത്തത് പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷനുമാണ്. കണ്ടന്റ് എന്ന് പറയുന്നത് ജനറൽ കമ്മ്യൂണിക്കേഷനിൽ കണ്ടന്റ് എന്ന് പറയുന്നത് ജനറൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു മെസ്സേജ് ആവാം, അതൊരു ഒഫീഷ്യൽ ആവണമെന്ന് നിർബന്ധം ഇല്ല. ദെൻ പ്രൊഫഷണൽ ആണ് എങ്കിൽ കണ്ടെയ്ൻസ് ഫോർമൽ ആൻഡ് പ്രൊഫഷണൽ മെസ്സേജ്. ഫോർമൽ ആയിരിക്കും,
പ്രൊഫഷണൽ മെസ്സേജ് ആയിരിക്കും പാസ് ഓവർ ചെയ്യും. ജനറലായിട്ട് നമ്മളുടെ ഇടയിൽ സർക്കുലേറ്റ് ചെയ്യുന്നൊരു മെസ്സേജ് എന്ന് പറയുന്നത് നാളെ എന്തെങ്കിലും ഒരു സംഭവം നടക്കുന്നതായിട്ട് ബന്ധപ്പെട്ടായിരിക്കും. അത് നടക്കുകയോ നടക്കാതിരിക്കുകയോ ചെയ്യാനായിട്ടുള്ളൊരു സാധ്യതയുള്ള കാര്യമായിരിക്കും. എന്നാൽ പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷനിൽ ഒരു ഒഫീഷ്യൽ മീറ്റിങ്ങിനെ പറ്റിയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് തയ്യാറാക്കുന്നതിനെ പറ്റിയിട്ടായിരിക്കും. ഇതൊക്കെ ഫോമൽ ലെവലിലുള്ള കമ്മ്യൂണിക്കേഷനാണ് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ദി നേച്ചർ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇൻ ജനറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇൻഫോർമൽ ആയിരിക്കും. അവിടെ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷനൊന്നും ആയിരിക്കില്ല. ദെൻ പ്രൊഫഷണൽ ആണെങ്കിൽ അത് ഫോമൽ ആയിരിക്കും കമ്മ്യൂണിക്കേഷൻ. അതിൽ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ഇപ്പോൾ ഒരു മീറ്റിംഗ് ആണെങ്കിൽ തന്നെ ജനറൽ ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷനിൽ ജസ്റ്റ് ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു മീറ്റിങ്ങിൽ അതിലൊരു അജണ്ടയും അതിൽ എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സിനെ ബേസ് ചെയ്തിട്ടല്ല ഒരു മീറ്റിംഗ് കൂടുന്നത്. മറിച്ച് ഒരു പ്രൊഫഷണൽ ലെവലിലാണ് എങ്കിൽ അവിടെ എന്തായാലും ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കും. എന്ത് കാര്യത്തിനെ ബേസ് ചെയ്തിട്ട്, എന്തൊക്കെ മാനദണ്ഡങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ഇന്ന് മീറ്റിംഗ് കൂടിയിരിക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ഡിസ്കസ് ചെയ്യണം എന്ന കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് അതിനൊരു ഫോർമാറ്റ് ഉണ്ടാക്കി വെച്ചതിന് ശേഷമാണ് ഒരു പ്രൊഫഷണൽ മീറ്റിംഗ് ഉണ്ടാവുക. അപ്പോൾ പ്രൊഫഷണൽ എന്ന് പറയുന്നത് നേച്ചർ ഫോമൽ ആയിരിക്കും, എന്നാൽ ജനറൽ കമ്മ്യൂണിക്കേഷൻ്റെ നേച്ചർ എന്ന് പറയുന്നത് ഇൻഫോർമൽ ആയിരിക്കും. അതേപോലെ സ്ട്രക്ചർ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ജനറൽ കമ്മ്യൂണിക്കേഷനും പ്രത്യേകിച്ച് പാറ്റേൺ ഒന്നും ഉണ്ടായിരിക്കില്ല. എന്നാൽ പ്രൊഫഷണൽ ആണെങ്കിൽ ഒരു സെറ്റ് ഓഫ് പാറ്റേൺസ് ഉണ്ട്. ഇപ്പം മീറ്റിംഗ് തന്നെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു സൈലന്റ് പ്രെയർ ഉണ്ടായിരിക്കും, അതിനുശേഷം ഒരു വെൽക്കം അഡ്രസ്സ് ഉണ്ടായിരിക്കും, പിന്നെ ആ ഒരു പ്രസിഡൻഷ്യൽ അങ്ങനെ ഒരു എന്താ പറയുക ഓർഡർ ഫോളോ ചെയ്തിട്ടാണ് പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ വരിക. ഒരിക്കലും ജനറൽ കമ്മ്യൂണിക്കേഷന് അതിൻ്റെ ആവശ്യം വരുന്നില്ല. നോ പാറ്റേൺ റിക്വയർഡ് ഫോർ ജനറൽ കമ്മ്യൂണിക്കേഷൻ. അതേപോലെ മെത്തേഡ് എന്ന് പറയുന്നത് ജനറൽ കമ്മ്യൂണിക്കേഷൻ ഓറലായിരിക്കും ഇൻ ദ സെൻസ് സംസാരം മാത്രമായിരിക്കും അവിടെ ഉണ്ടാവുക. സ്പോക്കൺ ലാംഗ്വേജ് ആയിരിക്കും ഉണ്ടാകുന്നത്, അല്ലാതെ അവിടെ മറിച്ച് എഴുതുകയൊന്നും ചെയ്യുന്നുണ്ടാവില്ല. മറിച്ച് പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷനിൽ ഓറൽ ആൻഡ് റിട്ടൺ റെക്കോർഡ് ചെയ്ത് വെക്കേണ്ട ആവശ്യമുള്ളത് കൊണ്ട് തന്നെ ഓറൽ കമ്മ്യൂണിക്കേഷനിൽ അധികവും പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷനിൽ അധികവും ഓറൽ ആൻഡ് റിട്ടൺ ആയിട്ടുള്ള ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. അതായത് സംസാര ഭാഷയും കൂടെ എഴുത്തും ഉണ്ടായിരിക്കും പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷനിൽ. മറിച്ച് ജനറൽ കമ്മ്യൂണിക്കേഷനിൽ സംസാരം മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ, എഴുതുന്ന രീതി ഉണ്ടാവുകയില്ല. ഓഡിയൻസ് എന്ന് പറയുന്നത് ജനറൽ കമ്മ്യൂണിക്കേഷനിൽ സ്പെസിഫിക് ആയിട്ടുള്ളൊരു ഓഡിയൻസ് ആയിരിക്കില്ല. ഇപ്പോൾ ഒരു ബസ് സ്റ്റാൻഡിൽ ബസ് കാത്തു നിൽക്കുന്ന കുറച്ച് ആളുകൾ അവരുടെ ഇടയിൽ നടക്കുന്ന കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ അതൊരിക്കലും ഒരു പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ അല്ല, സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഓഡിയൻസ് അല്ല. ആയിരിക്കും അവിടെ വന്നു പോകുന്ന കുറച്ച് പല ഏജിലുള്ള ആളുകൾ അവിടെ നിൽക്കുന്നുണ്ടാവും. അവിടെ അന്ന് ബസ് വരാത്തതിനെ പറ്റിയിട്ടായിരിക്കും ചിലപ്പോൾ അവർ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ കാലാവസ്ഥയെ പറ്റിയിട്ടായിരിക്കും, അല്ലെങ്കിൽ അന്ന് ആ ഒരു ഏരിയയിൽ സംഭവിച്ച ഏതെങ്കിലും ഒരു കാര്യത്തെ പറ്റിയിട്ടായിരിക്കും. അത് സ്പെസിഫൈഡ് ആയിട്ടുള്ളൊരു ഗ്രൂപ്പ് ആയിരിക്കില്ല, ഒരു പാറ്റേൺ ബേസ് ചെയ്തിട്ടായിരിക്കില്ല, ഇൻഫോർമൽ വേയിലായിരിക്കും മെസ്സേജ് പോകുന്നത്. കണ്ടന്റ് എന്ന് പറയുന്നത് എന്തെങ്കിലും സമൂഹത്തിൽ നടക്കുന്ന ജനറൽ ആയിട്ടുള്ളൊരു കാര്യം ആയിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് ജനറൽ കമ്മ്യൂണിക്കേഷനിൽ വരിക. അതേപോലെ ലാംഗ്വേജ് എന്ന് പറയുന്നത് മേ നോട്ട് ബി ഫോമൽ ആയിട്ടുള്ളൊരു ലാംഗ്വേജിൽ പല ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾ സംസാരിക്കുമ്പോൾ പല രീതിയിലുള്ള ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷനാണ് അവിടെ വരുന്നത്. അവിടെ ഒരു ഫോമൽ ലാംഗ്വേജും ആയിരിക്കില്ല ജനറൽ കമ്മ്യൂണിക്കേഷനിൽ ഉണ്ടാവുക. എന്നാൽ പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷനിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഓഡിയൻസ് എന്ന് പറയുന്നത് സ്പെസിഫിക് ഓഡിയൻസ് ആയിരിക്കും. ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ ആ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് പീപ്പിളുടെ ഇടയിൽ മാത്രമാണ് പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. അതേപോലെ തന്നെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഫോമൽ ആയിരിക്കും, യൂസ്ഡ് ഫോർ പ്രൊഫഷണൽ പർപ്പസ്. ഏത് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ ആണോ അതിന് ആവശ്യമായിട്ടുള്ള ടൈപ്പ് ഓഫ് ലാംഗ്വേജ് ആയിരിക്കും അവിടെ ഉപയോഗിക്കുക. ചിലപ്പോൾ ഒരു ബിസിനസ് ലെവലിലുള്ളതാണ് എങ്കിൽ ആ ഗ്രാഫിനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ളൊരു സ്റ്റഡി ആയിരിക്കും നടത്തുന്നത്. അപ്പോൾ ആ ടൈപ്പ് ഓഫ് ഫോമൽ ലാംഗ്വേജും ഫോമൽ കമ്മ്യൂണിക്കേഷനുമാണ് അവിടെ നടക്കുക. ഇത്രയും കാര്യങ്ങളാണ് ജനറൽ കമ്മ്യൂണിക്കേഷൻ പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ്റെ കേസിൽ ഡിഫറൻസ് ബേസ് ചെയ്ത് നമ്മൾ പഠിക്കുമ്പോൾ വരുന്നത്. അടുത്തത് ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് കമ്മ്യൂണിക്കേഷനാണ്. ഒന്ന് വെർബൽ കമ്മ്യൂണിക്കേഷനാണ്. വെർബൽ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനാണ് മെയിൻ ആയിട്ടുള്ള ഫോംസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. വെർബൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംസാര ഭാഷയും എഴുത്തും കൂടി ചേർന്നതാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓറൽ എന്ന് പറഞ്ഞാൽ സംസാരം ഭാഷ വായിലൂടെ വാമൊഴിയായിട്ട് വരുന്നത്, അതാണ് ഓറൽ എന്ന് പറയുന്നത്. റിട്ടൺ എഴുത്ത് രൂപത്തിലുള്ളത്. ഈ രണ്ടുമാണ് വെർബൽ കമ്മ്യൂണിക്കേഷനിൽ മെയിനായിട്ട് വരുന്നത്. ഇനി നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആംഗ്യഭാഷ, കണ്ണുകളുടെ ഐ കോണ്ടാക്ട്സിൽ, അതേപോലെ ഫേഷ്യൽ എക്സ്പ്രഷനിൽ, മുഖഭാവങ്ങളിൽ ഒക്കെ വരുന്ന, കൈകളുടെ ആക്ഷനിലൂടെ ഇങ്ങനെയൊക്കെ വരുന്ന നമ്മുടെ ബോഡി പാർട്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നടത്തുന്ന കമ്മ്യൂണിക്കേഷനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ മുഖത്ത് വരുന്ന എക്സ്പ്രഷൻസിലൂടെ, കൈകൾ കൊണ്ട് ആംഗ്യം കാണിക്കുന്നതിലൂടെ, കണ്ണുകളിലൂടെ, ഇതിലൊക്കെ നമ്മൾ കാണിക്കുന്ന എക്സ്പ്രഷൻസാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ മെയിനായിട്ട് വരുന്നത്.
ഇനി ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷനാണ് അനദർ ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ വരുന്നത്. അനദർ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇൻ്റർപേഴ്സണലാണ്. ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരാൾ വേറൊരാളോട്, അതായത് രണ്ടാളുകളോ അതിൽ കൂടുതൽ ആളുകളുടെയോ ഇടയിൽ നടക്കുന്ന കമ്മ്യൂണിക്കേഷനെയാണ് ഇൻ്റർപേഴ്സണൽ എന്ന് പറയുന്നത്. രണ്ട് വ്യക്തികൾ തമ്മിൽ സംസാരിക്കുന്നതാവാം, അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആളുകളുമായിട്ട് സംസാരിക്കുന്നതാണ് ഇൻ്റർപേഴ്സണൽ. എന്നാൽ ഇൻട്രാപേഴ്സണൽ എന്ന് പറഞ്ഞാൽ നമ്മളോട് തന്നെ ആത്മകഥം പറയുന്നതാണ് ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഇന്ന് മഴ പെയ്യുമായിരിക്കുമോ, കുട എടുക്കണോ എന്ന് ചോദിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് ഇൻട്രാപേഴ്സണൽ. നമ്മളോട് തന്നെ സംസാരിക്കുന്നതാണ് ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. എക്സ്ട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ അനിമൽസ്, ബേർഡ്സ്, ഇതിനോടൊക്കെ നമ്മളിപ്പോൾ വീട്ടിൽ പെറ്റ്സ് ഉണ്ടെങ്കിൽ അതിനോട് സംസാരിക്കുന്നത്, അപ്പോൾ അത് തിരിച്ച് നമ്മളോട് സ്നേഹം കാണിക്കുന്നത്, അങ്ങനെയൊക്കെ ഉള്ളത്. ഒരു ഡോഗ് ആണെങ്കിൽ വാലാട്ടി കാണിക്കുക, അതിൻ്റെ സ്നേഹം കാണിക്കുക, ഇങ്ങനെയൊക്കെ കാണിക്കുന്നതൊക്കെ എക്സ്ട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്നതാണ്. ദെൻ മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വിത്ത് മാസ് മീഡിയ ആണ്. മാസ് ഗ്രൂപ്പ് ഓഫ് പീപ്പിളുമായിട്ട് നടത്തുന്ന ഒരു കമ്മ്യൂണിക്കേഷനാണ് അവിടെ വരുന്നത്. ഈ മാസ് ഗ്രൂപ്പ് ഓഫ് പീപ്പിളുമായിട്ട് നടത്തുന്ന കമ്മ്യൂണിക്കേഷൻ മെയിൻലി പൊളിറ്റീഷ്യൻസും പൊളിറ്റിക്കൽ ലീഡേഴ്സ്, അതേപോലെ തന്നെ റിലീജിയസ് ആയിട്ടുള്ള പ്രൊഫറ്റ്സ് പോലെയുള്ള ആളുകൾ നടത്തുന്ന കമ്മ്യൂണിക്കേഷനാണ്. അതായത് അവർ ഒരു വ്യക്തിയോടല്ല, മറിച്ച് ഒരു ലാർജ് ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനോടാണ് അവരെന്ത് ചെയ്യുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ നടത്തുന്ന കമ്മ്യൂണിക്കേഷനെയാണ് മാസ് കമ്മ്യൂണിക്കേഷനിൽ നമുക്ക് കാണാൻ സാധിക്കുക. അത് ബുക്സിലൂടെ ആവാം, അല്ലെങ്കിൽ ഒരു പ്രസ് മീറ്റ് വിളിച്ചിട്ടാവാം, ഫിലിംസിലൂടെയുള്ളത്, അതേപോലെ ടെലിവിഷനിൽ വരുന്ന, റേഡിയോ, ഇൻ്റർനെറ്റ്, ഇതിലൂടെയൊക്കെ വരുന്ന കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ മാസ് കമ്മ്യൂണിക്കേഷനിലാണ് വരിക. കാരണം അതൊരു എന്താ പറയുക, ഏറ്റവും ചെറിയ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൻ്റെ ഇടയിലല്ല, മറിച്ച് ലാർജ് ഓഡിയൻസിനെ ബേസ് ചെയ്തിട്ട് നടത്തുന്ന കമ്മ്യൂണിക്കേഷൻ ആയതുകൊണ്ടാണ് അതിനെ മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കുന്നത്. അടുത്ത കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് മീഡിയ കമ്മ്യൂണിക്കേഷനാണ്. ഓൺലി വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇലക്ട്രോണിക് മീഡിയ, ഇലക്ട്രോണിക് ഡിവൈസ്, ഇലക്ട്രോണിക് മീഡിയ ഉപയോഗിച്ചുകൊണ്ട് മാത്രം നടത്തുന്ന കമ്മ്യൂണിക്കേഷനെയാണ് മീഡിയ കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കുന്നത്. അത് കമ്പ്യൂട്ടർ ആവാം, സെൽഫോൺസ്, LCD, വീഡിയോ, TV, ഇതിലൂടെയൊക്കെ നടത്തുന്ന ഇലക്ട്രോണിക് ആയിട്ടുള്ള മീഡിയ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന കമ്മ്യൂണിക്കേഷനെയാണ് മീഡിയ കമ്മ്യൂണിക്കേഷൻ. ഇപ്പോൾ LCD പ്രൊജക്ടർ ബേസ് ചെയ്തിട്ട് നടത്തുന്ന കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും അതിനെ മീഡിയ കമ്മ്യൂണിക്കേഷൻ എന്നാണ് വിളിക്കുന്നത്. വീഡിയോസ് ആണെങ്കിലും മീഡിയ കമ്മ്യൂണിക്കേഷനിലാണ് വരുന്നത്. ഇത്രയുമാണ് മീഡിയ കമ്മ്യൂണിക്കേഷനെ ബേസ് ചെയ്തിട്ട് വരുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഫ്ലോ, അതായത് കമ്മ്യൂണിക്കേഷൻ ഏതൊക്കെ രീതിയിലാണ് മറ്റുള്ളവരിലേക്ക് എത്തുന്നത് എന്നാണ്. ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ, വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷനാണ് ടു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഫ്ലോയിലും ആദ്യത്തെ മെയിൻ ആയിട്ട് വരുന്നത്. ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നേരെ പോകുന്നതാണ് ഹൊറിസോണ്ടൽ. അപ്പോൾ അത് സെയിം റാങ്കിലുള്ളവരുടെ ഇടയിൽ നടത്തുന്ന കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. ഇപ്പോൾ ഒരു കോളേജ് ആണെങ്കിൽ പ്രൊഫസേഴ്സ് അവരുടെ ഇടയിൽ നടത്തുന്ന കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ അത് ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷനാണ്. വെർട്ടിക്കൽ എന്ന് പറയുന്നത് രണ്ട് രീതിയിലുണ്ട്, അപ്വേർഡും ഉണ്ട്, ഡൗൺവേർഡും ഉണ്ട്. ഇപ്പോൾ അപ്വേർഡ് ആണ് എങ്കിൽ താഴെ നിന്ന് മേലേക്കാണ്, അതായത് സ്റ്റുഡൻസ് ടീച്ചറോട് നടത്തുന്ന കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അപ്വേർഡ് കമ്മ്യൂണിക്കേഷനാണ്. വെർട്ടിക്കലിൽ അപ്വേർഡിലാണ് വരിക സ്റ്റുഡൻസ് ടീച്ചറോട് നടത്തുന്ന കമ്മ്യൂണിക്കേഷൻ. മറിച്ച് ഡൗൺവേർഡ് ആണ് എങ്കിൽ ടീച്ചർ സ്റ്റുഡൻസിനോട് നടത്തുന്ന കമ്മ്യൂണിക്കേഷനാണ്. മുകളിലേക്ക് വരുന്നത് സ്റ്റുഡൻസ് ടീച്ചറിനോടും, താഴേക്കാണ് വരുന്നതെങ്കിൽ ടീച്ചർ സ്റ്റുഡൻറ്റിനോടും നടത്തുന്ന കമ്മ്യൂണിക്കേഷനായിട്ടാണ്. ഇതാണ് വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ. അത് രണ്ട് രീതിയിലും വരും, അപ്വേർഡും ഡൗൺവേർഡും വരാറുണ്ട്. ഇനി ക്രോസ് വൈസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ക്രോസ്, അതായത് ഇപ്പോൾ ഒരു കോളേജ് തന്നെ എടുക്കുകയാണെങ്കിൽ പ്രിൻസിപ്പളും ടീച്ചറും തമ്മിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ, അതായത് സ്റ്റുഡൻസിൻ്റെ ഡെവലപ്മെൻറ്റ്, അവർ നല്ല രീതിയിൽ പഠിക്കുന്നുണ്ടോ, അവർക്ക് നല്ല രീതിയിൽ ക്ലാസ് ശ്രദ്ധിക്കാൻ സാധിക്കുന്നുണ്ടോ, എങ്ങനെയാണ് അവരുടെ പെർഫോമൻസ്, ഇതിനെയൊക്കെ ബേസ് ചെയ്ത് വരികയാണെങ്കിൽ അത് ക്രോസ് വൈസ് കമ്മ്യൂണിക്കേഷൻ. പ്രിൻസിപ്പളും ടീച്ചറും തമ്മിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ക്രോസ് വൈസ് കമ്മ്യൂണിക്കേഷനായിട്ട് വരും. അതേപോലെ സ്പൈറൽ എന്ന് പറഞ്ഞാൽ ബോത്ത് ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ അവിടെ വരും. അതായത് ഒരേ രീതിയിൽ ഒരേ പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, താഴെയിലുള്ളവരുമായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വെർട്ടിക്കലും ഹൊറിസോണ്ടലും ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ വരുന്നത് സ്പൈറൽ കമ്മ്യൂണിക്കേഷനിലാണ്. സ്പൈറൽ ഇപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ മീറ്റിംഗ് നടക്കുകയാണെങ്കിൽ അത് പ്രിൻസിപ്പൽ ടു, ഇപ്പോൾ ഒരു കോളേജ് എടുക്കുകയാണെങ്കിൽ പ്രിൻസിപ്പൽ ടു അതിൽ ഏറ്റവും താഴെ നിൽക്കുന്ന സ്റ്റാഫ് മെമ്പർ വരെ എല്ലാവർക്കും ആ മീറ്റിങ്ങിൽ പങ്കെടുക്കണം. അപ്പോൾ അവിടെ നടക്കുന്ന കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ സ്പൈറലാണ്. അതായത് ഒരേ പൊസിഷനിലുള്ളവരല്ല, മറിച്ച് അവിടെ ജോലി ചെയ്യുന്ന സ്വീപ്പർ തൊട്ട് ഏറ്റവും മുകളിൽ നിൽക്കുന്ന ആളുകൾ വരെ, അല്ലെങ്കിൽ പ്യൂൺ തൊട്ട് ഏറ്റവും മുകളിൽ നിൽക്കുന്ന ആൾ വരെയുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, അത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ വരുന്നതാണ് സ്പൈറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്.
ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഏതൊരു ഓർഗനൈസേഷനിലും ഇൻഫോർമലായിട്ട് നടക്കുന്ന കമ്മ്യൂണിക്കേഷനെയാണ് ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. മേ ബി ഇപ്പം നമ്മൾ സ്വകാര്യമായിട്ട് പരസ്പരം പറയുന്ന ഒരാളുടെ സാലറി ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അത് കൂട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്ന രീതിയിലൊരു സംസാരം കേട്ടു എന്നതിനെ ബേസ് ചെയ്ത് പരസ്പരം പറയുകയാണ്, സ്വകാര്യമായിട്ട് പറയുകയാണ്. അങ്ങനെയുള്ളൊരു ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷനിൽ വരും. എന്തെങ്കിലും അഫയേഴ്സിനെ ബേസ് ചെയ്തിട്ട് സംസാരിക്കുകയാണെങ്കിൽ അത് ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷനിലാണ് വരിക. ഇങ്ങനെ ഇൻസ്റ്റിറ്റ്യൂഷനെ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും ഗോസിപ്സ് കേട്ടിട്ടുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്ത് സംസാരിക്കുന്നത് ഇതൊക്കെ ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷനിലാണ് വരിക, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനിലാണ് വരുന്നത്. ഇനി വേർബൽ ബാരിയേഴ്സ് ആണ്. വേർബൽ ബാരിയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കുമ്പോൾ അതിന് തടസ്സം സൃഷ്ടിക്കുന്ന ചില കാര്യങ്ങളാണ് വേർബൽ ബാരിയേഴ്സിൽ വരുന്നത്. വേർബൽ അറ്റാക്സ് ആണ്. അതായത് ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രസംഗമോ അല്ലെങ്കിൽ ഒരു ക്ലാസ് എടുക്കുന്നതൊക്കെ ആയിരിക്കാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ കയറി വേറൊരാൾ അറ്റാക്ക് ചെയ്ത് സംസാരിക്കും. ഇപ്പോൾ ക്ലാസ് എടുക്കുകയാണെങ്കിൽ ടീച്ചർ പറയുന്നതിനെ എതിർത്തുകൊണ്ട് വേറൊരു കുട്ടി സംസാരിക്കുകയാണെങ്കിൽ അതൊരു വേർബൽ അറ്റാക്കാണ്. ഒരു പ്രസംഗമാണ് എങ്കിൽ പ്രസംഗിക്കുന്ന ആൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ കയറി അയാളുടെ ആശയത്തെ ഡിഫെൻഡ് ചെയ്യുന്ന രീതിയിൽ വേറൊരാൾ സംസാരിക്കുകയാണെങ്കിൽ ഒരു വെർബൽ അറ്റാക്കാണ്. ദെൻ സ്പീക്കിംഗ് ലൗഡ്ലി അൺനെസസറിലി. ഈ സംസാരിക്കുന്നയാൾ വ്യക്തി സംസാരിക്കുന്നത് കേൾക്കാതിരിക്കാൻ എന്നവണ്ണം അയാളിനേക്കാൾ അപ്പുറം ശബ്ദത്തിൽ വേറൊരാൾ സംസാരിക്കുകയാണെങ്കിൽ അതൊരു വെർബൽ ബാരിയറാണ്. യൂസിങ് കോംപ്ലക്സ് വേർഡ്സ് ആൻഡ് ഫ്രേസസ്. സംസാരിക്കുന്നയാൾ സ്പീക്കർ അല്ലെങ്കിൽ ദ മെസ്സേജ് സെൻഡ് ചെയ്യുന്നയാൾ കോംപ്ലക്സ് വേർഡ്സ്, കേൾവിക്കാരന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള വേർഡ്സ് ഫ്രേസസ് ഒക്കെ ഉപയോഗിക്കുന്നത് ഒരു വെർബൽ ബാരിയറാണ്. ദെൻ സെലക്ഷൻ ഓഫ് റോങ് വെറൈറ്റി ഓഫ് ലാംഗ്വേജസ്. റോങ് വെറൈറ്റി ഓഫ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വക്കീൽ കോടതിയിൽ സംസാരിക്കുന്ന അതേ ഭാഷ വീട്ടിൽ വന്ന് തൻ്റെ ഭാര്യയോട് സംസാരിക്കുക എന്ന് പറയുന്നത് റോങ് വെറൈറ്റി ഓഫ് ലാംഗ്വേജ് ആണ്. അതേപോലെ ഓരോ അവരവരുടെ പ്രൊഫഷൻ, ഇപ്പോൾ ഒരു ഡോക്ടേഴ്സിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ പേഷ്യൻസിൻ്റെ ഇടയിൽ പേഷ്യൻസിനോട് സംസാരിക്കുന്ന അതേ രീതിയിൽ വീട്ടിൽ വന്ന് കുട്ടികളോട് സംസാരിക്കുമ്പോൾ അവിടെ ഒരു റോങ് വെറൈറ്റി ഓഫ് ലാംഗ്വേജ് ആണ്. അപ്പോൾ പ്രൊഫഷണൽ ലാംഗ്വേജ് ഉണ്ട്, അതേപോലെ വീട്ടിൽ ഇൻഫോർമലായിട്ട് സംസാരിക്കുന്ന ലാംഗ്വേജ്. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജിൻ്റെ വെറൈറ്റിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ലാക്ക് ഓഫ് പ്രോപ്പർ പ്ലാനിങ്. പ്രോപ്പറായിട്ട് പ്ലാനിങ് ഇല്ലാതെ ഏതെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടി നമ്മൾ നിൽക്കുന്നത്. അതായത് ഇപ്പോൾ ടീച്ചിങ്ങിന് ടീച്ചർ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് ക്ലാസ് എടുക്കുന്നത്, അതേപോലെ ഒരു പ്രാസംഗികൻ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാതെ പ്രസംഗിക്കുന്നത്, ഇതൊക്കെ ലാക്ക് ഓഫ് പ്രോപ്പർ പ്ലാനിങ്ങിൽ വരുന്നതാണ്. ഇപ്പോൾ ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുകയാണ്, അപ്പോൾ മീറ്റിങ്ങിൽ എന്താണ് പറയേണ്ടതെന്ന് നേരത്തെ തീരുമാനിക്കാതെ ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത്. റോങ് വെറൈറ്റി ഓഫ് ലാംഗ്വേജിൽ വേറെ എക്സാമ്പിൾ പറയാൻ പറ്റുന്നത് ഒരു LKG UKG പഠിക്കുന്ന ഒരു കുട്ടീനോട് ഡിഗ്രി ലെവലിൽ ഉള്ളൊരു ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുന്നത് റോങ് വെറൈറ്റി ഓഫ് ലാംഗ്വേജ് ആണ്. ദെൻ ലാക്ക് ഓഫ് ക്ലാരിറ്റി ഇൻ ദ മെസ്സേജ് സെൻഡ്. വ്യക്തതയില്ലാത്ത മെസ്സേജ് സെൻഡ് ചെയ്യുന്നത്. ദെൻ സെമാൻറ്റിക് ഗ്യാപ്പ്. മീനിങ്, കേൾവിക്കാരനോട് പറയാൻ ഉദ്ദേശിക്കുന്ന മീനിങ്ങും പറയുന്ന മീനിങ്ങും തമ്മിലുള്ളൊരു ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നത്. പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യമാവണം കേൾവിക്കാരനിലേക്ക് എത്തിക്കുന്നതില്ല. അതേപോലെ പറയുന്നയാൾ ഉദ്ദേശിക്കുന്ന അതേ കാര്യമായിരിക്കണം കേൾവിക്കാരൻ മനസ്സിലാക്കുന്നതും എന്ന് നിർബന്ധമില്ല. അപ്പോൾ അവിടെ ഒരു സെമാൻറ്റിക് ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നത്, അതൊരു ബാരിയറാണ്. ഡിഫറൻസ് ഇൻ ദ പെർസെപ്ഷൻ ഓഫ് മെസ്സേജ്. നമ്മൾ പറയുന്ന കാര്യം രണ്ട് രീതിയിൽ എടുക്കുന്നത്. പറയുന്നത് നല്ല രീതിയിലാണെങ്കിലും കേൾവിക്കാരൻ അത് മോശമായ രീതിയിൽ എടുക്കുമ്പോൾ പെർസെപ്ഷൻ, വ്യൂ പോയിന്റിൽ മാറ്റം വരുന്നത്. ദെൻ വേരിയേഷൻ ഇൻ ലാംഗ്വേജിൽ വരുന്ന ലാംഗ്വേജിൽ വേരിയേഷൻ വരിക എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ലതായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യം മറ്റൊരാളെ സംബന്ധിച്ചിടത്തോളം അത് മോശമായിട്ട് വരും. വേരിയേഷൻ ഇൻ ലാംഗ്വേജിൽ മെയിനായിട്ട് വരുന്നത് ഇപ്പം അമേരിക്കൻ ഇംഗ്ലീഷ്, ബ്രിട്ടൻ ഇംഗ്ലീഷ്, അങ്ങനെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഇംഗ്ലീഷ് വരുമ്പോൾ ഉദ്ദേശിക്കുന്ന കാര്യം അതേ രീതിയിൽ കേൾവിക്കാരന് മനസ്സിലാക്കണമെന്ന് നിർബന്ധം ഇല്ല. അങ്ങനെ ഉള്ള ഒരു ബാരിയറും കൂടി ഉണ്ടാകും. ഇതാണ് കമ്മ്യൂണിക്കേഷനെ പറ്റിയിട്ടുള്ള വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു.